എല്ലാവരുടെ ജീവിതത്തിലും എത്ര അടിച്ചു പൊളിക്കാം എന്ന് കരുതിയിട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമായിട്ട് നമുക്കൊരു സങ്കടം വരുന്നു. ആ വരുന്നത് ഒരു നിർബന്ധമാണ് അല്ലേ. അങ്ങനെ വന്നൊരു സങ്കടമായിരുന്നു പട്ടാമ്പി സൽക്കാരത്തിലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മന്തി ഉണ്ടാക്കിയ അന്ന് എൻ്റെ ബ്രദറിൻ്റെ മോൾക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. എല്ലാവരും ചിരിയും കളിയും വർത്തമാനവും ഒക്കെ പറഞ്ഞിരിക്കുന്ന അന്ന് ആ മോൾക്ക് മാത്രം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. മന്തി ഉണ്ടാക്കിയത് അവൾക്ക് കഴിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഫുൾ റെസ്റ്റിലായിരുന്നു. തീരെ വയ്യാത്ത ഒരു ദിവസമായിരുന്നു അവൾക്ക് അന്ന് കേട്ടോ. അപ്പോൾ അന്ന് പിറ്റേ ദിവസം അവളെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. അപ്പോൾ 4 ദിവസം അവിടെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ വീട്ടിലെത്തി. എന്നിട്ട് അവിടെ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബിരിയാണി വെച്ച് തരുമോ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം അവൾക്ക് എന്തൊക്കെയോ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഹെവി ഫുഡൊന്നും കൊടുക്കണ്ട, അവൾക്ക് ലേറ്റായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൾക്കാണെങ്കിലോ എന്തൊക്കെയോ കഴിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ബിരിയാണി വേണം, പൊറോട്ട വേണം, ചിക്കൻ വേണം, അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും അവൾ കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. അവൾക്ക് ഉള്ളൊരു ആഗ്രഹം വെച്ചിട്ട് ഞങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അവൾക്ക് കഴിക്കില്ലേന്നൊന്നും അറിയില്ല. പക്ഷെ അവളുടെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ദിവസം ലേറ്റായിട്ടുള്ള ഫുഡോ കഴിക്കുമ്പോൾ നമുക്ക് വലിയവർക്കായാലും ചെറിയവർക്കായാലും കഴിക്കില്ലേന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം പറയും, നമുക്ക് കൊതി തോന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി തന്നെ ആയിരുന്നു. സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും സിസ്റ്ററിലോ ഒക്കെ കൂടിയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. സപ്പോർട്ട് ആയ ഒരു നാത്തൂനെ കിട്ടിയതിലും ഭാഗ്യം. നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു നാത്തൂന്മാരെ കിട്ടിയിട്ടുണ്ടോ? എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്നോട് പറയണം. വീട്ടിലെങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ വേറെ എവിടേക്കും പോകണ്ട കേട്ടോ. അപ്പോൾ അവൾ സിസ്റ്ററിലോ ബിരിയാണി റെഡിയാക്കി കൊണ്ടിരിക്കണേ, ഞാനത് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഒരു രസമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം കഴിവുകേടാണ്. അവൾ എന്തെങ്കിലും ഉണ്ടാക്കും, ഞാൻ ഫോണ് അപ്പോഴേക്കൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ മിസ്സായി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കഥ കേട്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാണാതിരിക്കണ്ട. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ എല്ലാവരും ഇരുന്ന് കഴിക്കണതൊന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തുവെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിലെ സജഷൻസ് എന്നോട് പറയണം. പിന്നെ ഇക്കാൻ്റെ ഇതിലുള്ള താരത്തെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവില്ലേ. ഹോസ്പിറ്റൽ കഥകളൊക്കെ കേട്ടു. പക്ഷേ ആ ആളെവിടെയെന്നുള്ള ഒരു ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇവിടെ ഉണ്ട്. ഞാൻ അവളെ കാണിക്കുന്നൊന്നുമില്ല. അവൾ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ആൾ. പക്ഷെ അവളുടെ കഴിപ്പ് എന്തായാലും കഴിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടാത്രേ. അതിലുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കൻ്റെ ഒന്നും അവൾക്ക് വേണ്ട. ചിക്കൻ്റെ ജസ്റ്റ് ഒരു കുഞ്ഞു പീസ് മാത്രം ഉള്ളു കഴിച്ചിട്ട്. അതങ്ങനെയാണല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. അസ്സലാം.